ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? ലെസ്ബിയൻ കപ്പിളുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ ലാലേട്ടൻ ബിഗ് ബോസിൽ നടത്തിയ പരാമർശം വൻ ചർച്ചയാവുകയാണല്ലോ. അതായത് അതേ ഷോയിൽപ്പെട്ട ഒരു സ്ത്രീ ലെസ്ബിയനിസം ജനറലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിൽ തനിക്ക് വിയോജിപ്പുണ്ട് എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ആ ഒരു സ്ത്രീ ഒരു അമ്മയാണെന്ന് കൂടി ഓർക്കണം. ആ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിനോട് ലാലേട്ടൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ലോകത്തെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം നിങ്ങൾ രണ്ടുപേർ എന്തിനാണ് എതിർക്കുന്നത്? അതിൽ സത്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പിഴവുകളുണ്ട്. ഒന്ന്, ലോകത്തെല്ലാവരും ലെസ്ബിയനിസം അംഗീകരിച്ചു എന്ന് പറയുന്നത് തീർത്തും വാസ്തവ വിരുദ്ധമാണ്. ഒരുപക്ഷെ അംഗീകരിച്ചവരെക്കാളും കൂടുതൽ അംഗീകരിക്കാത്തവരായിരിക്കും. രണ്ട്, ലോകത്തുള്ള കൂടുതൽ ആളുകൾ അംഗീകരിച്ചത് എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം എല്ലാവർക്കും അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട് ജനാധിപത്യ ഒരു രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ആ പരാമർശം തീർത്തും അപക്വമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ വമ്പൻ ഷോ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളിൽ തന്നെയും വളരെ ചെറിയ പ്രായം മുതലുള്ള കുട്ടികൾ വരെ ഇത് കാണുന്നുണ്ട്. ഇത്തരം ചെറിയ കുട്ടികളിലേക്ക് അവർ ഇൻജക്റ്റ് ചെയ്യുന്നത് ഇത്തരം ആശയങ്ങളാണ് എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ലെസ്ബിയനിസം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് നടന്നതാണ്, അതിൻ്റെ സത്യാവസ്ഥ പലർക്കും ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും ആവാവുന്നതാണ്. സത്യത്തിൽ പ്രകൃതി വിരുദ്ധമായ നമ്മുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കണമെന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ LGBTQ എന്നവർ മുന്നോട്ട് വെക്കുന്ന ആശയം. അതിനോട് ഒരുപാട് ആളുകൾക്ക് വിയോജിപ്പുണ്ട്. ഈവൻ ഒരുപാട് രാഷ്ട്രങ്ങൾ അത്തരം ആക്ടിവിസത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളൊക്കെ ഇതുപോലെയുള്ള ഷോകൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തരം ഷോകളിൽ അവർ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ അവർ ബോധപൂർവം കൺവേ ചെയ്യുന്ന മെസ്സേജ് ഇത്തരം ആക്ടിവിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഈ വക കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം എന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാൻ കാരണം. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. കൂടുതൽ ചർച്ചകളാകാം, കൂടുതൽ ഹെൽത്തി കോൺവെർസേഷനുകളാവാം എന്ന പ്രത്യാശയോടെ നിർത്തുന്നു.